നമസ്കാരം. ടെക് ബ്രീഫ് കേരളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹാം റേഡിയോ ലൈസൻസ് കിട്ടിയാൽ മാത്രം മതിയോ നമ്മുടെ സ്റ്റേഷൻ പൂർണ്ണമാകാൻ? പലരും ചോദിക്കുന്ന ഒരു പ്രധാന സംശയമാണ്. എന്തിനാണ് നമ്മൾ ഈ സാക്ഫ ക്ലിയറൻസ് അല്ലെങ്കിൽ SACFA ക്ലിയറൻസ് എടുക്കുന്നത്? ഒരു ആൻറ്റിന മാസ്റ്റ് സ്ഥാപിക്കുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമവശമാണിത് കേട്ടോ. എന്താണ് സാക്ഫ എന്നും ആരൊക്കെയാണ് ഇതിനെ അപേക്ഷിക്കേണ്ടതെന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ടെക് ബ്രീഫ് കേരളയിലേക്ക് സ്വാഗതം. എന്താണ് സാക്ഫ? സാക്ഫ എന്നാൽ സ്റ്റാൻഡിംഗ് അഡ്വൈസറി കമ്മിറ്റി ഓൺ റേഡിയോ ഫ്രീക്വൻസി അലോക്കേഷൻ എന്നാണ്. സിവിൽ ഏവിയേഷൻ, ഡിഫൻസ്, സ്പേസ് ഡിപ്പാർട്ട്മെന്റ്, പ്രസാർ ഭാരതി തുടങ്ങി വിവിധ ഗവൺമെന്റ് വിഭാഗങ്ങൾ ചേർന്ന ഒരു കമ്മിറ്റിയാണിത്. ലളിതമായിട്ട് പറഞ്ഞാൽ, നിങ്ങളൊരു റേഡിയോ ടവർ അല്ലെങ്കിൽ ആന്റിന സ്ഥാപിക്കുമ്പോൾ അത് വിമാനങ്ങളുടെയോ മറ്റ് പ്രധാന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളുടെയോ പ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന വളരെ വിദഗ്ധമായ ഒരു സംവിധാനമാണിത്. നിങ്ങളുടെ ആന്റിനയുടെ ഉയരവും അത് നിൽക്കുന്ന സ്ഥലവും സുരക്ഷിതമാണെന്ന് ഈ കമ്മിറ്റി ഉറപ്പുവരുത്തുന്നു. ഇനി എന്തിനാണ് സാക്ഫ ക്ലിയറൻസ്? എന്തിനാണ് ഇത് ഇത്ര നിർബന്ധമാക്കുന്നത് ഈ ദിവസങ്ങളിൽ? പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, വിമാനങ്ങളുടെ സുരക്ഷയാണ്. വിമാനത്താവളങ്ങൾക്ക് സമീപമുള്ള ആന്റിനകൾ വിമാനങ്ങളുടെ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും തടസ്സമാകാൻ പാടില്ല. ഇതിനെ നമ്മൾ ഒബ്സ്ട്രക്ഷൻ എന്നാണ് വിളിക്കുന്നത്. രണ്ട്, ഫ്രീക്വൻസി ഇന്റർഫിയറൻസ് ആണ്. ഒരേ സ്ഥലത്ത് ഒന്നിലധികം റേഡിയോ സ്റ്റേഷനുകൾ വരുമ്പോൾ അവ തമ്മിൽ സിഗ്നലുകൾ കൂടിക്കലരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ സാക്ഫ പരിശോധന സഹായിക്കുന്നു. ഇന്ത്യയിലെ ഏത് വലിയ ആന്റിന ടവറുകളും, മൊബൈൽ ടവർ മുതൽ ഹാം റേഡിയോ ടവർ വരെ, ഈ അനുമതിക്ക് വിധേയമാണ് കേട്ടോ. അപ്പോൾ ഇനി ആരൊക്കെയാണ് സാക്ഫയ്ക്ക് അപേക്ഷിക്കേണ്ടത്? ഇത് നമുക്ക് നോക്കാം. ഒന്ന്, ഹാം റേഡിയോ ഓപ്പറേറ്റർമാരാണ്. നിങ്ങൾ ഒരു ബേസ് സ്റ്റേഷൻ സെറ്റ് ചെയ്യുകയും ഉയരമുള്ള ഒരു ആന്റിന മാസ്റ്റ് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാക്ഫ ക്ലിയറൻസ് ആവശ്യമാണ് കേട്ടോ. രണ്ട്, കമ്പനികളാണ് മൊബൈൽ ടവറുകൾ വെക്കുന്ന ടെലികോം കമ്പനികൾ. മൂന്ന്, FM അല്ലെ TV ചാനലുകൾ, അതായത് റേഡിയോ, ടെലിവിഷൻ സംപ്രേഷണം നടത്തുന്നവർ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മറ്റു വയർലെസ് ശൃംഖലകളാണ്. ഉദാഹരണത്തിന് പോലീസ് കമ്മ്യൂണിക്കേഷൻ, ഡിഫൻസ് തുടങ്ങിയവ. അപ്പോൾ നമ്മൾ ഈ ഹാം റേഡിയോ ഓപ്പറേറ്റർമാരുടെ കാര്യമെടുത്താൽ ഇപ്പോൾ സരൽ സഞ്ചാർ പോർട്ടൽ വഴി വളരെ എളുപ്പത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. സാധാരണയായിട്ട് ഹാം റേഡിയോക്കാർക്ക് സിംപ്ലിഫൈഡ് സാക്ഫ നടപടികളാണുള്ളത്. ഇനി എന്താണ് ഇതിന്റെ നിയമവശം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള വളരെ വിനീതമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ലൈസൻസ് ഓപ്പറേറ്റർ ആണെങ്കിൽ പോലും സാക്ഫ നിയമങ്ങൾ ലംഘിക്കുന്നത് നിയമവിരുദ്ധമാണ്. പ്രത്യേകിച്ച് വിമാനത്താവളങ്ങളുടെ പരിസരത്തുള്ളവർ. അവർ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അഥവാ NOC ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ട് നേടിയെടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ഹോബി നിയമപരമായിട്ട് സുരക്ഷിതമായി കൊണ്ടുപോകാൻ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സാക്ഫ അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കുന്നതിനെ കുറിച്ച് കൃത്യമായ പ്രാക്ടിക്കൽ വീഡിയോകളൊക്കെ ഒരുപാട് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ടെക്നിക്കൽ വാർത്തകൾക്കും ലോ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾക്കുമായിട്ട് ടെക് ബ്രീഫ് കേരള സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം. 73